നീ ഉച്ചക്കുണ്ടോ? ഇല്ല, കാപ്പി കുടിച്ചു. പിള്ളേര് പറയായിരുന്നേ, ഇത്തിരി വെളുപ്പിന് എഴുന്നേറ്റ് ചോറ് വെച്ചൊരു പാത്രത്തിലാക്കി നിന്റെ ഈ തന്നയച്ചാൽ എന്താന്ന്. അതൊക്കെ ബുദ്ധിമുട്ടാ. പല പ്രശ്നങ്ങളുടെ ഇടയിൽ ചോറ്റുപാത്രമൊക്കെ തൂക്കി അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ വേണ്ട. പിള്ളേർക്ക് എന്റെ ഭക്ഷണ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണല്ലോ. 2 കൂർക്കമ്മയിൽ ചുറങ്ങാണ്. 10 മണിയായിട്ടില്ല. അതുങ്ങള് നേരം വിളിച്ചായ പറമ്പിലും തൊഴുത്തിലും കിടന്ന് മടക്കുന്നതാ. പറമ്പിലെ പണിക്കുന്ന കുമാരൻ ചേട്ടൻ വന്നില്ലേ? എന്നും കൃത്യമായിട്ട് വന്ന് പണിയെടുക്കാൻ കുമാരൻ എന്താ ഇവിടുത്തെ കൂലിക്കാരനൊന്നും അല്ലല്ലോ. വല്ലതും വന്ന് ചെയ്തു തരുന്നതന്നെ അങ്ങേരുടെ മനസ്സിന്റെ നേരുകൊണ്ടാ. നിനക്ക് പിന്നെ അതിനൊന്നും നേരമില്ലല്ലോ. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇതാന്ന് പറയുമ്പോഴാ ഇരുട്ടുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാനാ. ആ എടാ, ആ പാമ്പ് കടിച്ച് മരിച്ച കരുണന്റെ മോടെ കല്യാണം നീ നടത്തി കൊടുക്കാൻ പോവാന്ന് പറയുന്ന കേട്ടു. ആ ഉള്ളതാ. തന്തയില്ലാത്ത പെണ്ണല്ലേ. ഒരാലോചന ഒത്തു വന്നു. ഉമ്മണി ആശാൻ കൊണ്ടുവന്നതാ. ചെറുക്കന് അങ്ങാടി ചുമടാ. പിന്നെ കല്യാണ ചെലവിന് പിരിവെടുക്കേണ്ടി വരും. നിനക്കിപ്പോ എത്ര വയസ്സായെന്നറിയോ? ആ, ഇതാ ആരുടെയും കല്യാണക്കാരി ഇവിടെ വന്ന് പറഞ്ഞുകൂടാത്തത്. കല്യാണം എന്ന് കേട്ടാൽ ഉടനെ അമ്മയ്ക്ക് എന്നെ കെട്ടിക്കണം. നിന്നെ കെട്ടിക്കുന്ന കാര്യമല്ല. നിന്നേക്കാ 2-3 വയസ്സിന് വ്യത്യാസമുള്ളേ നിന്റെ പെങ്ങന്മാർക്ക് രണ്ടിനും. അതിന് അല്ല, അവരെ കെട്ടിച്ചയക്കുന്നതിനും നാട്ടിലിറങ്ങി പിരിവെടുക്കേണ്ടി വരുവോ?